നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിന്റെ യുദ്ധ കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. യുഎസിന്റെ നാവികപ്പടയിലെ ഏറ്റവും കരുത്തൻ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ അതിലുള്ള നാവികരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുമല്ല, മാസങ്ങളായിട്ട് യുദ്ധമുഖത്താണ് അമേരിക്ക. ഇറാനുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നടുക്കടലിൽ തുടരുകയാണ് US യുദ്ധക്കപ്പൽ USS എബ്രഹാം ലിങ്കൺ. അതോടുകൂടി തന്നെ അതിലുള്ള നാവികർ കടുത്ത ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാസങ്ങളായി കടലിൽ തുടരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന US യുദ്ധക്കപ്പലിലെ നാവികരും മറീനുകളും കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ദുരിതത്തിലുമാണ്. 9 മാസത്തോളമായി കടലിൽ കഴിയുന്ന യുദ്ധക്കപ്പലിലെ നാവികരുടെ മരണസംഖ്യ വർദ്ധിക്കുകയും ഏതാനും പേർ ജീവൻ ഒടുക്കുകയും ചെയ്തതായി ഇവരുടെ കുടുംബാംഗങ്ങളെ ഉദ്ധരിച്ച് മിലിറ്ററി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 250 ദിവസം തുടർച്ചയായി കരയിലെത്താതെ കടലിൽ തുടർന്നെന്ന റെക്കോർഡിലാണ് USS എബ്രഹാം ലിങ്കൺ. 5000-ഓളം നാവികരും മറീനുകളുമാണ് ഈ കപ്പലിൽ ജീവനക്കാരായി ഉള്ളത്. US നാവികസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോട് കപ്പലിലുള്ളവരുടെ കുടുംബാംഗങ്ങൾ വിഷയം ഉന്നയിച്ചതോടെയാണ് സംഭവം പുറംലോകമറിഞ്ഞത്. നാവികരുടെ ദുരിത ജീവിതത്തെ ചൊല്ലി കഴിഞ്ഞ വ്യാഴാഴ്ച സാൻ ഡിയാഗോയിലെ ടൗൺ ഹാളിൽ ഇവരുടെ കുടുംബാംഗങ്ങളും നാവിക ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായെന്നും സ്റ്റാർഡ് ആൻഡ് സ്ട്രൈപ്സ് റിപ്പോർട്ട് ചെയ്തു. അതിൽ ഒരു യുവതി പറഞ്ഞത്, നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തൻ്റെ ഭർത്താവ്, അതായത് ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് സന്ദേശം അയച്ചതായിട്ടാണ് ഒരു സ്ത്രീ നേവി ആക്ടിംഗ് സെക്രട്ടറി ഹങ് ചൗവിനോട് പറഞ്ഞിരിക്കുന്നത്. സൈന്യത്തിനോടുണ്ടായിരുന്ന വിശ്വാസം ഇല്ലാതാകുകയാണെന്ന് മറ്റൊരു നാവികന്റെ കുടുംബാംഗങ്ങളും ആരോപിച്ചു. കപ്പലിലെ ജോലി തുടർച്ചയായി നീട്ടിയതോടെ ഒരു നാവികൻ കപ്പലിന്റെ മുകളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. സമ്മർദ്ദത്തെ തുടർന്നാണ് നാവികൻ അങ്ങനെ ചെയ്തതെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് തന്റെ കരിയറിനെ കുറിച്ചോർത്ത് ഭയമുണ്ടെന്നും നാവികന്റെ ഭാര്യ അന്ന ബെല്ല ലോമ പറഞ്ഞു. കപ്പലിൽ നിന്ന് ചാടാൻ ശ്രമിച്ച ഒരു നാവികനെ തന്റെ ഭർത്താവാണ് രക്ഷിച്ചതെന്ന് മറ്റൊരു നാവികന്റെ ഭാര്യയും വെളിപ്പെടുത്തി. നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ സാൻ ഡിയാഗോയിൽ നിന്ന് പുറപ്പെട്ടത്. പസഫിക്കിലേക്ക് പുറപ്പെട്ട കപ്പൽ ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ശേഷം കഷ്ടിച്ച് 2 ദിവസം മാത്രമാണ് നാവികർ കര കണ്ടത്. കപ്പലിലെ നാവികരുടെ ജോലി മെയിൽ അവസാനിച്ചിരുന്നുവെങ്കിലും ഇത് പലതവണയായി നീട്ടുകയായിരുന്നു. ഏകദേശം 5000-ഓളം നാവികരും മറീനുകളുമാണ് 9 മാസമായി കപ്പലിൽ കഴിയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സാൻ ഡിയാഗോയിൽ നടന്ന ടൗൺ ഹാൾ യോഗത്തിൽ നാവികരുടെ കുടുംബാംഗങ്ങൾ കടുത്ത അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം നവംബർ 21-നാണ് USS എബ്രഹാം ലിങ്കൺ സാൻ ഡിയാഗോയിൽ നിന്ന് പസഫിക് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത്. എന്നാൽ US ഇസ്രായേൽ ഒത്തുചേർന്ന് ഇറാനുമായി യുദ്ധം ആരംഭിച്ചതോടെ കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഡിസംബറിൽ ഗുവാമിലും ജൂലൈയിൽ ഒമാനിലും ഒഴികെ മറ്റ് എവിടെയും ഇത്രയും നാളുകൾക്കിടയിൽ ജീവനക്കാർക്ക് കരയിലിറങ്ങാൻ സാധിച്ചിട്ടില്ല. മെയ് മാസത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന ദൗത്യം ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ നിരന്തരം നീട്ടിവെക്കുകയായിരുന്നു. നിലവിൽ തുടർച്ചയായ 5-ാം മാസത്തിലും ഇറാനെതിരായ സൈനിക നീക്കങ്ങളിലും കപ്പൽ പങ്കാളിയാകുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് പുറമെ കപ്പലിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഷവറുകളിൽ പൂപ്പൽ ബാധിച്ചതായും ടോയ്ലറ്റുകൾ പ്രവർത്തനരഹിതമാണെന്നും കാലിഫോർണിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം മൈക്ക് ലെവിൻ ചൂണ്ടിക്കാട്ടി. ആഴ്ചകളോളം അലക്ക് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ലെന്നും ചൂടുവെള്ളം ലഭിക്കുന്നില്ലെന്നും ഭക്ഷണമായി അരക്കപ്പ് അരിയും 2 ടോർട്ടിയയും മാത്രമാണ് നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തുടർച്ചയായി ദൗത്യം നീട്ടുന്നത് മോശം ജീവിത സാഹചര്യങ്ങളും നാവികരുടെ ജീവിതം അതിദാരുണമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്നും കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. അതായത് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഈ പട്ടാളക്കാരുടെയും നാവികരുടെയൊക്കെ തന്നെ ജീവൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരുടെ വലിയ രീതിയിൽ ഒരു മാനസിക സംഘർഷത്തിൽ കടന്നു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.